നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടല്ലേ? ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച വാഹനാപകടം തന്നെയാണ്, വാൽപ്പാറ വാഹനാപകടം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മെ കേരളത്തെ എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. ഒരു സംഘം അധ്യാപകർ, ഇത്രയും അധ്യാപകർ ഒരുമിച്ച് ഒരു വാഹനാപകടത്തിൽ മരിക്കാന്ന് പറയുന്നത്, നമ്മൾ ആ സ്കൂളിൽ ആളില്ലാത്ത അവസ്ഥയായി പോയി എന്നാണ് പറയപ്പെടുന്നത്. അത് ശരിയാണ്. 9 പേരാണ് മരിച്ചത്, 4 പേര് ചികിത്സയിലുമാണ്, 13 പേര്. ഇന്നലെ വൈകിട്ട് 5:15 ആയിരുന്നു വാൽപ്പാറ, പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിൽ 13-ാം നമ്പർ വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ താഴേക്ക് പതിക്കുന്നു. അത് അതിഭീകരം. 500 അടി അങ്ങോട്ട് താഴ്ചയിലേക്കാണ് പോയത്. 500 അടി താഴ്ചയിലേക്കാണ് പോയത്. 3 ഹെയർപിൻ വളവുകൾക്ക് താഴെ 9-ാം വളവിൽ ചെന്നാണ് പതിക്കുന്നത്. പതിച്ചത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോയി. ഇന്നിപ്പോൾ രാവിലെ ടി വിയിൽ ആ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിൽ വെച്ച് കാഴ്ച കണ്ടപ്പോൾ നമുക്കതൊരു വലിയ നൊമ്പരമായി മാറി. ഇന്നലെ ചാനലുകളിൽ ഇതിൻ്റെ ലൈവ് വെക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവരെ തന്നെയാണ്, ഇവരാളല്ല, പക്ഷേ അദ്ദേഹം അവിടെ യാത്രയ്ക്ക് പോയ ഒരാളാണ്. അവർ വഴിയിൽ നിൽക്കുമ്പോഴാണ് ഇവരെ വാഹനം കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. അവർ 16-ാം നമ്പർ വളവ് വെച്ച് ഈ വാഹനം കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് താഴേക്ക് പോയി. എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ അറിയില്ല. വാഹനം നിയന്ത്രണം വിട്ട് ക്രാഷ് ബാരിയർ ഇല്ലായിരുന്നു അല്ലേ? ക്രാഷ് ബാരിയർ ഉണ്ടോ സംശയമാണ്. അപ്പോൾ അതും തകർത്തിട്ടാണ് ഇത് ഈ 500 അടി താഴ്ചയിലേക്ക് പോയി. ഈ വാഹനം തവിടുപൊടിയായി അതിൽ സഞ്ചരിച്ചിരുന്നവർ ആരും തന്നെ രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത വിധമുള്ള ഒരു ഭീകരമായ കാഴ്ച കണ്ടത്. ഇന്നിപ്പോൾ രാവിലെ വിവിധ ദൃശ്യമാധ്യമങ്ങൾ ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽസ് എടുത്തു, ഏരിയൽ വിഷ്വൽസ് എടുത്തപ്പോൾ ആണ് നമുക്ക് ആ അപകടത്തിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. എത്രമാത്രം മുകളിൽ നിന്നാണ് ഈ വാഹനം താഴേക്ക് പോയത്. ഇത്ര ആൾക്കാരെ മരണത്തിനിടയാക്കിക്കൊണ്ട് ഈ വാഹനം താഴേക്ക് പതിക്കുന്നതിൻ്റെ ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടായി. എന്തായാലും ഇത്രയും കുരുന്നുകളും അതുപോലെ തന്നെ അധ്യാപകരും അവരുടെ എന്ത് സന്തോഷകരമായിട്ടാണ് വന്നത്. അതിൻ്റെ ആ ഫോട്ടോസും വീഡിയോസ്, ഒരു അധ്യാപിക ആശയം എന്ന് പറയുന്ന അധ്യാപിക പാട്ട് പാടുന്നു, എന്ത് മനോഹരമായിട്ട് പാട്ട് പാടുന്നു, എന്ത് പ്രതീക്ഷകളോടെ വന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. എന്താണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും നമ്മൾ സത്യത്തിൽ നമ്മുടെ റോഡുകളുടെ അപകടാവസ്ഥ മനസ്സിലാക്കി വാഹനം ഓടിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ഡ്രൈവർമാർ മാറേണ്ട കാലം അതിക്രമിച്ചു. ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയൊരു കാര്യം തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സഹകരണമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടർ, അവിടുത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, SP കാണുന്നതാണ്, എല്ലാ പ്രധാനപ്പെട്ട ആളും ഉടനടി രംഗത്തെത്തിയാണ്. അവർ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഏകോപനം നടത്തിയിരുന്നു. അത് മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ എന്തോ ഒരു ഫോറസ്റ്ററുടെ ഒരു മൊബൈലിൽ മാത്രമാണ് റേഞ്ച് ഉണ്ടായിരുന്നത്. അത് ഉപയോഗിച്ചാണ് വിളിച്ചു പറഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റി. പക്ഷേ സംഭവ സ്ഥലത്ത് തന്നെ മരണങ്ങൾ ഇത്രയും ആഴത്തിലേക്ക് വണ്ടി മറിയുമ്പോൾ ഇത്രയും വലിയ സംഭവം ഇതായിട്ട് വരുന്ന സമയത്ത് പിന്നെ അത് ഇല്ലാതെ അത്ര ആൾക്കാർ മരിച്ചതിൽ നമുക്ക് എന്താ പറയാ, അതിൽ നിന്നുള്ള രക്ഷപ്പെടലിനെ നമുക്ക് അത്ഭുതകരമെന്നേ പറയാൻ കഴിയും. അത്ര ഭീകരമായൊരു ദുരന്തമാണ്. എന്തായാലും ഇത്തരം ദുരന്തങ്ങൾ, ഈ വാഹനങ്ങൾ ഇറങ്ങുമ്പോഴും കയറ്റം കയറുമ്പോഴും വരുന്ന ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെ. ഇപ്പം നമ്മളിപ്പോൾ ഏത് വാഹനം ഓടിച്ചാലും ഏത് ഗിയറിലാണോ കയറ്റം കയറിപ്പോകുന്നത്, ഈ കയറ്റം കയറിപ്പോകുന്ന വാഹനത്തിൻ്റെ ഏത് ഗിയറാണോ ആ ഗിയറിൽ തന്നെ വേണം ഇറങ്ങി വരാൻ. ഇതിപ്പോൾ വലിയ ഹെയർപിൻ വളവുകളാണ്, അപകടം പതിയിരിക്കുന്ന ഹെയർപിൻ വളവുകളാണ്. അപ്പം അവിടേക്ക് നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ചിലപ്പോൾ ഈ ചുരത്തിലൊന്നും ഒരു തവണ വണ്ടി തിരിയില്ല, 2 തവണയൊക്കെ വേണം വണ്ടി ഒന്ന് പുറകോട്ടെടുത്ത് വീണ്ടും ഒന്നുകൂടെ എടുത്തിട്ട് വേണം ഇത് തിരിഞ്ഞു കയറും. അപ്പോഴേക്ക് എതിർഭാഗത്തുനിന്ന് വണ്ടി വരികയും ചെയ്തു. അപകട സാധ്യത വളരെ കൂടുതൽ. അപ്പൊ എങ്ങനെ പോയാലും നമുക്ക് സെക്കൻഡ് ഗിയറിലോ ഫസ്റ്റ് ഗിയറിലോ മാത്രമേ അധികൃതർ അങ്ങോട്ട് കടത്തിവിടുന്ന പോലും വേറെ വണ്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെയാണ് കടത്തിവിടുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് എന്താണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അപ്പം ഇതിനിടയ്ക്ക് പരിചയസമ്പത്ത് കുറഞ്ഞ ഡ്രൈവറാണെന്ന് പറയുന്നു. അപകട കാരണം എന്താണെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനിയും ഇവർ പരിശോധിക്കണം, മോട്ടോർ വാഹന വകുപ്പ്. ഇത്ര നമ്മൾ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, ടൂറിസ്റ്റ് ബസ്സുകളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ ടെമ്പോ ട്രാവലർ പോലുള്ള വാഹനങ്ങളിൽ പോലും വല്ലാത്തൊരു ഒച്ചയിൽ പാട്ടിടുക, അതുപോലെ ലൈറ്റ് ഇടുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പണ്ട് ഇതൊരു ആഘോഷ, ഒരു വിനോദയാത്രയാകുമ്പം എല്ലാവരും ആഹ്ലാദിക്കുന്നതാണ്. പക്ഷേ ഇത് വല്ലാത്ത ഈ ഒച്ച ചെവിയിലടിക്കുന്ന രീതിയിൽ ഒച്ചയിടുകയും പാട്ട്, ഉയർന്ന വാട്ട്സ് ആണ്, ഉയർന്ന ശബ്ദ തരംഗങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ലൈറ്റുകളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നമുക്ക് ഈ ഇവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ തീർച്ചയായും. കാരണം ഇന്നലെ ഇതേ സമയത്ത് അവരെല്ലാവരും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് അടുത്ത വിഷയം നമ്മുടെ വനിതാ ബില്ലിന്റെ ഇന്നലെ നമ്മുടെ ലിസ്റ്റൊക്കെ നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വന്നത് കാരണം അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രതിപാദിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ കാര്യം നമ്മൾ അറിഞ്ഞില്ലായിരുന്നു.
ഏതായാലും അത് സംഗതി വിജയിച്ചില്ല എന്നുള്ളതാണ്. ഭരണഘടനയുടെ 131 ഭേദഗതി ആയിട്ടുള്ള ബില്ലാണ്. അതിനൊപ്പം തന്നെ അനുബന്ധമായിട്ട് 2 ബില്ലുകൾ കൂടിയുണ്ട്. വനിതാ ബില്ലിനൊപ്പം തന്നെ അനുബന്ധമായിട്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വനിതാ സംവരണ സീറ്റുകളെ കുറിച്ചുള്ള ബിൽ. ഇത് പരാജയപ്പെട്ടതോടെ അതും 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. സർക്കാരിന് ഭൂരിപക്ഷമൊക്കെ ഉണ്ട് പാർലമെന്റിൽ. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ 3-2 ഭൂരിപക്ഷം വേണം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ മുന്നണി അത് കൃത്യമായിട്ട് തന്നെ അഭിപ്രായ ഭിന്നതയില്ലാതെ അവർ അക്കാര്യത്തിൽ അവർ ഏകോപനം നടത്തി എന്നുള്ളത് സത്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തമിഴ്നാട് എന്നുള്ള എം പിമാർക്ക് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വെച്ചു. ആദ്യം മുതൽ അവരാണ് കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് പാർലമെൻറ്റിൽ. അതുപോലെ എല്ലാ കാര്യത്തിലും ഏകോപനം അവർ നടത്തിയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പല നേതാക്കളെയും നേരിട്ട് വിളിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്, നമ്മളെല്ലാവരും ഉറച്ച നിലപാട് ഇക്കാര്യത്തിൽ എടുക്കണം. അതേ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ. അത് സൗത്തിനെ ബാധിക്കും എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കും എന്നുള്ള ഒരു പേര് പറഞ്ഞിട്ടാണ് അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, ഉൾക്കൊള്ളിച്ചത്. എന്താണ് ഈ വനിതാ സംവരണ ബിൽ നടപ്പാക്കുന്നു, അതിനൊപ്പം അതിൻ്റെ മറവിൽ ഈ സീറ്റുകളുടെ എണ്ണം 840 വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ 33% സംവരണം നൽകുക എന്നുള്ളതാണ്. ശരിക്കും ഈ നരേന്ദ്രമോദിയുടെ 2 ടേമിന് ശേഷം 3-ാം ടേമിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ബില്ല് വിജയിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. അദ്ദേഹത്തിന് അങ്ങനെയാണ് ഒരു ബില്ല് വിജയിപ്പിക്കാൻ കഴിയാതെ പോകുന്നു കേന്ദ്ര സർക്കാരിന്. അത് ഒന്നാമത്തെ കാര്യം, 3-2 ഭൂരിപക്ഷം നിലവിൽ സർക്കാരിന് ഇല്ല. 298 വോട്ട് അല്ലേ? അതെ, 298 വോട്ടാണ് ബില്ലിനെ അനുകൂലിച്ച് കിട്ടിയത്. 252 പേര് എതിർത്തും 3-2 വോട്ടിന് 352 വോട്ടാണ് വേണ്ടിയിരുന്നത്. ഒരു 55 വോട്ട് കൂടെ കിട്ടിയിരുന്നെങ്കിൽ 54 വോട്ട് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ബില്ല് പ്രാവർത്തികമാകുമായിരുന്നു, ഈ ബില്ല് നിലവിൽ വരുമായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഉണ്ടായില്ല. എതിർത്ത് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ ഭയങ്കര പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും സഭാരേഖകളിൽ നീക്കണമെന്ന് ആവശ്യം വരുന്നുണ്ട്. അതെ, ഭരണപക്ഷി അക്കാര്യത്തിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ മായാജാലക്കാരനാണ്. അപ്പം ഈ മായാജാലക്കാരൻ ആദ്യം വന്നപ്പം ഒരുപാട് മാജിക്ക് കാണിച്ചു, നാട്ടുകാർക്ക് പിടികിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ട്രിക്ക് മനസ്സിലാക്കി. മായാജാലക്കാരൻ കാണിക്കുന്ന ഓരോ മാജിക്കും അവർ പൊളിക്കാൻ തുടങ്ങി. അപ്പം ഓരോന്നും ഇങ്ങനെ പൊളിഞ്ഞു പോകുമ്പോൾ പുതിയ മാജിക്ക്. എന്തോ ഒരു 16 പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി, എന്താണ് മനസ്സിലായത്? അതാ, ഒരു 16 പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് പുള്ളി അതിനകത്തെ ഒരു കാര്യം, അത് എപ്സ്റ്റീൻ ഫയൽസിൽ ഡിലീറ്റഡ് 16 ഉണ്ട് എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ഫയൽസ് അതിനിടയ്ക്ക് പുള്ളി ഭംഗ്യന്തരയാണ് സൂചിപ്പിച്ചതാവാം. ഈ രസകരമായ കാര്യം, ഈ വനിതാ സംവരണം എന്ന് പറയുന്നത് വളരെ കാലം മുമ്പേ തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ അസംബ്ലിയിലും പാർലമെന്റിലും വേണം എന്നുള്ള ആവശ്യം വരികയും അങ്ങനെ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ ഒരു കാലത്ത് ഇത് വിജയിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏതാ ഇപ്പൊ 50% അല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. അത് എനിക്കത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. അപ്പൊ പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ വനിതകളെ കൊണ്ടുവരുന്നതിനോ സംവരണം നടത്തുന്നതിനോ പ്രശ്നമില്ല. ഇതിനകത്ത് ഈ പരിചയസമ്പത്തില്ലാത്ത, രാഷ്ട്രീയം എന്തെന്നറിയാത്ത, ജനാധിപത്യ സംവിധാനം എന്തെന്നറിയാത്ത ആൾക്കാർ വന്നിട്ട് അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും പലപ്പോഴും അബദ്ധമായി പോകാറുണ്ട്. ഉണ്ട്. അത് മാത്രമല്ല, അത് ഈ സ്ത്രീ സംവരണം ആദ്യമായിട്ട് കേരളത്തിൽ ഈ ത്രിതലം കൊണ്ടുവന്ന സമയത്തൊക്കെ തന്നെ ഇവർക്ക് പലപ്പോഴും ഈ വനിതകളായി മത്സരിക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. പല സ്ത്രീകളും ഭയന്നിരുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് അവർ അന്ന് പലരും ചെയ്തത് റിട്ടയർഡ് അധ്യാപികമാർ, റിട്ടയർഡ് സർക്കാർ ജീവനക്കാരികളായി അങ്ങനെയുള്ള ഇതുമായിട്ട് അഡ്മിനിസ്ട്രേഷനായാലും കുറച്ചൊരു ബന്ധമുള്ള ആളുകളെയാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ കാലക്രമത്തിൽ ഇവരെല്ലാവരും അക്കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. അത് വന്നു. പക്ഷേ അപ്പോഴും ഒരു കുഴപ്പം പറ്റിയെന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാത്തപ്പോൾ അവർ CPM-കാരെ കൊണ്ട് മത്സരിപ്പിക്കും. കോൺഗ്രസ് ആയിട്ട് മത്സരിപ്പിക്കും. അപ്പൊ പരമ്പരാഗതമായി CPM കുടുംബമായിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെയൊക്കെ നാടുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതുപോലെ കോൺഗ്രസ്സുകാരായിരുന്നവർ സുപ്രഭാതത്തിൽ CPM ആകുന്നു. അതുപോലെ ഈ മാണി ഗ്രൂപ്പിലുണ്ടായിരുന്നവർ പെട്ടെന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക് മാറുന്നു. അങ്ങനെ പല രീതിയിലുള്ള സൗഹൃദ മത്സരം നടന്നിട്ടില്ല പല സ്ഥലങ്ങളിൽ. പിന്നെ ഈ സംവരണം, വനിതാ സംവരണത്തിനൊപ്പം തന്നെ പട്ടികജാതി വനിതകൾക്ക് പ്രത്യേക സംവരണം, ഓരോ പ്രസിഡന്റ് സ്ഥാന സംവരണം, പിന്നെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എല്ലാ സംവരണങ്ങൾ ഇങ്ങനെ വന്നു. അത് ഒരു കണക്കിന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഉള്ള വനിതകളെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുറച്ചുപേരൊക്കെ ഇതിനെ സർവൈവ് ചെയ്തു.
ഉണ്ട്. അവരതിനെ ചിലരൊക്കെ ഒറ്റ തവണ കൊണ്ട് മതിയാക്കി കരയ്ക്ക് കയറും. ചിലർ മടുത്ത് പോയി കളഞ്ഞു. കാരണം ചിലരുടെയൊക്കെ പേരിൽ അഴിമതി ആരോപണങ്ങൾ. പക്ഷേ അഴിമതി ഇവരൊന്നും അറിഞ്ഞാണല്ലോ. ചില പേരെ പാർട്ടി നേതാക്കളായിരിക്കാം പ്രാദേശിക തലത്തിൽ അഴിമതി കാണിച്ചത്. പക്ഷേ അതിൻ്റെ കുറ്റം ഇവരെ തലയ്ക്ക് വരുമ്പോൾ അവർ ആ മാനക്കേടായി പിന്നെ അവർ പലരും പിന്മാറി. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക്, ത്രിതല സംവിധാനങ്ങളിലേക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. അവർ വരുന്നുണ്ട്. അതിൽ ചിലർ പഞ്ചായത്തിൻ്റെ നഗരസഭയുടെയൊക്കെ അധ്യക്ഷരാകുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പുരുഷൻ ന്യൂനപക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പലയിടത്തും കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് പുരുഷന്മാർക്കൊക്കെ അവസാനം വലിയ വലിയ പാർട്ടി പദവി വഹിക്കുന്ന ആൾക്കാർ പോലും ഈ ഇന്നലെ വിജയിച്ചു വന്ന പ്രസിഡന്റായ ആൾക്കാരുടെ കീഴിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കേണ്ട അവസ്ഥകൾ വരെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ മുമ്പ് പറഞ്ഞ പിൻസീറ്റ് ഡ്രൈവിങ്ങും സാമ്പത്തിക അഴിമതി ആരോപണങ്ങളും ഒക്കെ മിക്കയിടങ്ങളിലും ഉയർന്നിട്ടുള്ളത്. ഇപ്പൊ ഏതാണ്ട് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ സ്ത്രീകളുടെ പേര് പറഞ്ഞ് ഇന്ത്യയിൽ BJP ഭരണം നിലനിർത്തുക, സീറ്റ് വർദ്ധിപ്പിച്ച്. അതായത് ഈ കണക്കനുസരിച്ചാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ മാത്രം സീറ്റ് കൊണ്ട് BJPക്ക് നിഷ്പ്രയാസം ഭരിക്കാൻ കഴിയും. തെക്കേ ഇന്ത്യ അവർക്ക് പൂർണ്ണമായും കൈവിട്ടേക്കാം. തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ 10 സീറ്റ് കൂടും. 50% സീറ്റിന്റെ വർധനമാണ് വരുന്നത്. 10 സീറ്റ് കൂടും. 10 മണ്ഡലങ്ങൾ ഉണ്ടാവും പുതുതായിട്ട് റീഅറേഞ്ച് ചെയ്ത് പുതിയ മണ്ഡലങ്ങൾ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നേട്ടം ആത്യന്തികമായിട്ട് ഒരിക്കലും അത് മറ്റു മുന്നണികൾക്കല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, BJPക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചതും. ഏതായാലും വോട്ടെടുപ്പിൽ ഇത് പരാജയപ്പെടും. 12 പേരും കണ്ട് വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ട്. ബാക്കിയുള്ളവരാണ് ശരിക്കും. ഇനിയിപ്പോൾ ഈ 12 പേര് കൂടെ ചെയ്താൽ പോലും 1-2 ഭൂരിപക്ഷം ആവില്ലായിരുന്നു. ഇപ്പം തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. കേവല ഭൂരിപക്ഷം അല്ലേ? അതെ, കേവല ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ഈ നിലവിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പം ഇന്ദിരാഗാന്ധി എന്ന അതിശക്തയായ പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അതെ, അത് നമുക്ക് നമ്മളെ ഒരു പ്രധാനപ്പെട്ട യുദ്ധം ചെയ്ത സമയത്ത് പോലും അവരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓർക്കണം, പാകിസ്ഥാനായിട്ട്. അത്രയും ധീരയായ പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ലോകത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മളെല്ലാവരും പറയുന്ന അമേരിക്കയിൽ ഇനി ഒരു വനിത അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല. ഒരു വനിത മത്സരിക്കുകയാണെങ്കിൽ എതിർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ആ പുരുഷനെ ജയിക്കുള്ളൂ. അതുപോലെ ഇന്നലെ രാഹുൽ ഗാന്ധി എൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇരുട്ടിൽ കണ്ണു തുറന്ന് പഠിക്കണമെന്ന്. അപ്പോൾ ഇരുട്ടിൽ കാണുന്നതിനെ മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതൊരിക്കലും ആരോ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പൂർണ്ണമായി സത്യമാണെന്ന് അറിയില്ല. കൗമുദി ബാലകൃഷ്ണൻ അത് MP ആയല്ലോ, 71 MP ആയിരുന്നു. അന്ന് ഇന്നത്തെ ആലപ്പുഴ, അന്ന് അമ്പലപ്പുഴ. അപ്പോൾ അദ്ദേഹം പാർലമെന്റിലൊക്കെ പോയി, പാർലമെന്റ് ഇവിടെ MLA ആയിരുന്നിട്ടുണ്ട് നേരത്തെ തിരുക്കൊച്ചിയിൽ. പക്ഷേ അവിടെ MP ആയിരുന്നതിന് ശേഷം തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം സുഹൃത്തുക്കളെ ചോദിച്ചത് എങ്ങനെയുണ്ട് പാർലമെന്റ് അവിടെ പോയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, 539 സ്ത്രീകൾ ഒരു പുരുഷനെ അവിടെ കണ്ടെന്ന് ഇന്ദിരാഗാന്ധി. അതാണ് ആ ഒരു ധൈര്യമുള്ള ഒരാളെ. അതുപോലെ ഇന്നലെ രാഹുൽ ഗാന്ധി വേറെ എനിക്കും പ്രധാനമന്ത്രിക്കും ഭാര്യയില്ല എന്തൊരു ഡയലോഗ് വിട്ടു. ശരിയാണ്, നമ്മൾ ആലോചിച്ചപ്പോഴ് നമ്മുടെ പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഭാര്യയില്ല. എനിക്ക് അതുകൊണ്ട് ഭാര്യമാര് പറഞ്ഞുള്ള അറിവ് ഞങ്ങൾക്ക് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയും പെങ്ങളും എല്ലാവർക്കും ഉണ്ട്, ഭാര്യയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടിനും മാത്രം ഭാര്യയില്ല. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു തരുന്നുള്ള അറിവുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പുള്ളി പറയുന്നു. അല്ല, ചുരുക്കത്തിൽ കുടുംബം നടത്തിയുള്ള പരിചയം രണ്ടുപേർക്കും ഇല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ. അപ്പൊ അവരാണ് ഈ സ്ത്രീ സംവരണത്തിന് വേണ്ടിയും സ്ത്രീ സംവരണത്തിന് എതിരെയും യുദ്ധം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിനപ്പോൾ ഈ തിരിച്ചടി ഭയങ്കരമാണ് BJPക്ക്. വലിയൊരു തിരിച്ചടിയാണ്. അതിന് BJP തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതെ, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ഇത് നശിപ്പിച്ചത് സ്ത്രീ വിരുദ്ധരാണെന്ന് ഉള്ള പ്രചാരണം. അതായത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അടക്കമുള്ള ഈ ബില്ലിനെ എതിർത്തവർ മുഴുവൻ സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീകൾ രക്ഷപ്പെടുന്നത് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിന് വേണ്ടിയാണ് BJP ലക്ഷ്യമിടുന്നത്. ഒത്തിരി നാളിന് ശേഷമാണ് BJP ദേശീയ തലത്തിൽ സമരം ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ എന്തുകൊണ്ട് നേരത്തെ ഇക്കാര്യം പ്രതിപക്ഷമായി ചർച്ച ചെയ്ത അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ട് ഈ പാർലമെന്റ് ഇത് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. ചർച്ചയുടെ ഒരു അഭാവം. ചർച്ച ചെയ്താലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളൂ. ഇപ്പൊ ഇവർ ഈ തമിഴ്നാട് ഇലക്ഷനിലും ഒക്കെ ഇതൊരു പ്രോപ്പഗൻഡയാക്കാൻ BJP ശ്രമിക്കാൻ പോവുകയാണ്. ഇത് നേരത്തെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ധാരണയിൽ എത്തേണ്ടിയിരുന്നു. അതായത് ഇതേ രീതിയിൽ നടപ്പാക്കണമെന്നാണ് BJP വാശി പിടിക്കുന്നത്. ഇതിനകത്ത് പ്രതിപക്ഷം നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ, അവർക്ക് ഭേദഗതികൾ ഉണ്ടോ എന്നുള്ളത് ആദ്യമേ അന്വേഷിക്കണം. അതിനുശേഷം വേണമായിരുന്നു ഈ ബില്ല് കൊണ്ടുവരാൻ ചെയ്യാനായിട്ട്. നമ്മൾ വെറുതെ പാർലമെന്റിൽ ഇത്രയും മണിക്കൂർ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം പാർലമെന്റ് ചേരുന്നതിന്റെ ചെലവ് എത്ര ലക്ഷം രൂപ. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ വിചിത്രമായ ഒരു അവസ്ഥയായി മാറി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നന്നായിട്ട് അറിയാം,
ഇത്രയും മാനേജീരിയൽ കപ്പാസിറ്റി ഉള്ള ആളുകൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ്. അതാണ് ഒരു സംശയം വേണ്ട. കാരണം ഒരു വീട്ടമ്മ ഉണ്ടെങ്കിൽ ഇന്ന് നാളെ രാവിലെ നാളെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്ത് ഭക്ഷണം ഉണ്ടാക്കണം പലപ്പോഴും തീരുമാനിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ സ്ത്രീകൾ തന്നെയാണ്. അതിൽ പോലും അവരുടെ മാനേജറിൽ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ ധനമന്ത്രി ഒരു സ്ത്രീയാണ്. അതെ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അപ്പം അവര് എത്ര തവണയായിട്ട് ബജറ്റ് അവതരിപ്പിക്കും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അപ്പം ഈ പറയുന്ന വനിതാ സംവരണം എന്താണ് എന്ന് പ്രതിപക്ഷത്തെയും പൊതുജനത്തെയും ബോധ്യപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു വീഴ്ച സംഭവിച്ചു. അതാണ് ഇത് ഇത്രയും വിവാദമാകാനുള്ള കാരണം. ഇനിയിപ്പോൾ ഇവർ ഇതിന്റെ പുറകെ കിടന്ന് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞിട്ടും ഈ കേവല ഭൂരിപക്ഷം മാത്രം വെച്ചുകൊണ്ട് ഈ നിയമം ഇവിടെ നടപ്പാക്കാൻ പറ്റും. മാത്രമല്ല, ഈ നിലവിലുള്ള ഈ എം പിമാരുടെ എണ്ണം, ഈ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് വനിതാ സംവരണം ഏർപ്പെടുത്തിക്കൂടാ? അതെനിക്ക് മനസ്സിലാത്തൊരു കാര്യം അതാണ്. സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കാം, സ്ത്രീകൾ മത്സരിക്കട്ടെ. അതെ, അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഇവിടെ തന്നെ ഇപ്പം 33% എന്ന് പറയുമ്പം എത്ര, മൂന്നിലൊന്ന് അല്ലേ? മൂന്നിലൊന്ന് വരും. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ എത്ര വനിതകൾ പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്? പ്രസക്തമായ ചോദ്യമാണത്. ഇവിടെ പണ്ട് എനിക്കൊന്ന് വനിതാ സംവരണം ഉണ്ടായിരുന്നോ? ഇല്ല, പാർലമെന്റ് വനിതാ സംവരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർലമെന്റ് സീറ്റിൽ അതിനുവേണ്ടിയാണല്ലോ ഇന്നലത്തെ ഈ ചർച്ച നടന്നത്. അതെ, ഇവിടെ പാർലമെന്റിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ മത്സരിച്ച ഒന്ന് രമ്യ ഹരിദാസ്, ഒന്ന് കെ ശൈലജ മത്സരിച്ചില്ലേ? അതെ, കെ ശൈലജ മത്സരിച്ചു. വേറെ ആരാണ്? ടീച്ചർ നേരത്തെ ഒരിക്കൽ എം പി ആയിരുന്നിട്ടുണ്ട്. പിന്നെ 2019 ഇലക്ഷനിൽ പത്തനംതിട്ടയിൽ വീണ ജോർജ് മത്സരിച്ചു. അപ്പം അങ്ങനെ ഈ പേരിന് മാത്രം പുരുഷന്മാരുടെ ഇടയിലേക്ക് കുറച്ച് സ്ത്രീകളെ കൊണ്ട് നിർത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ കാര്യം എന്നല്ല, ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല വനിതാ നേതാക്കളുണ്ട്, നല്ല ധാരണയുള്ള, അവർക്ക് ഇതൊക്കെ പദവിയൊക്കെ വഹിക്കാനുള്ള യോഗ്യതകൾ എല്ലാവരും ഉണ്ട്. അവർക്കൊരു അവസരം കൊടുക്കൂ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പഞ്ചായത്തിൽ നേരത്തെ പറഞ്ഞില്ല, ത്രിതല പഞ്ചായത്ത് വന്നപ്പോഴും എല്ലാവരും പറഞ്ഞു സ്ത്രീകളെ ഒരു പരിചയമില്ലാത്ത ആളെ പിടിച്ച് ഏൽപ്പിച്ച് എല്ലാം നശിക്കാൻ പോകണം. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. പുരുഷന്മാരെക്കാളും ഒരു കാര്യത്തിൽ സർവൈവ് ചെയ്യാൻ കഴിവുള്ള സ്ത്രീയൊക്കെയാണ് ഒരു പ്രതിസന്ധി ഘട്ടം. അത് ശരിയാണ്, അത് സത്യമാണത്, അത് വളരെ സത്യമാണ്. ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ പ്രായമായതിനു ശേഷം പെട്ടെന്ന് ഭാര്യ മരിച്ചു പുരുഷൻ്റെ കാര്യം വളരെ അപ്സെറ്റ് ആവും. പക്ഷേ ഭർത്താവ് മരിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് അവർ കുറച്ചുകൂടെ ഒരു ധാരണ ഉണ്ടാവും. അത് സത്യമായിരിക്കാനും തോന്നുന്നത് മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ. കാരണം ഒരുപാട് ഒരു മാനേജീരിയൽ കഴിവുകളിലൂടെയാണ് അവർ കടന്നു വന്നത് ജീവിതത്തിൽ. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണം, ഇപ്പോഴത്തെ അല്ല, അതിന് മുമ്പത്തെ, അതായത് നമ്മുടെ ശബരിമല വിഷയം, യുവതീ പ്രവേശന വിഷയം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പന്തളം നഗരസഭയിൽ BJP നിരത്തി സ്ത്രീകളെ നിർത്തിക്കഴിഞ്ഞ് മൃഗീയ ഭൂരിപക്ഷമാണ് അവർക്ക്. അതിൽ 18ഓളം വനിതാ കൗൺസിലർമാരാണ്. അവസാനം അവിടെ എന്ത് ചെയ്യും, ജനറലായിട്ടുള്ള ചെയർപേഴ്സൺ സ്ഥാനമാണ്. ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും എല്ലാം ഇവരങ്ങ് സ്ത്രീകളാക്കി. അതിൻ്റെ പേരിൽ പിന്നീട് ആ BJPക്ക് അകത്ത് പൊട്ടിത്തെറിയുണ്ടായ ഒരു മെമ്പറും അവിടുത്തെ ചെയർപേഴ്സണുമായിട്ട് അടിയായി, ബഹളമായി, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ BJP അതൊരു രാഷ്ട്രീയ ലാക്കോടെയാണ് ചെയ്തത്. എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമല അയ്യപ്പൻ്റെ ജന്മഗേഹം എന്നറിയപ്പെടുന്ന പന്തളത്ത് ആ നഗരസഭ അവർ പിടിച്ചെടുക്കുകയും മൃഗീയ ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുക്കുകയും ആ പിടിച്ചെടുത്തിടത്ത് തന്നെ ഏറ്റവും കൂടുതൽ വനിതകളെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. അതാണ് അവർ നടത്തിയ ഒരു സംഭവം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ത്രീ സ്ഥാനാർത്ഥിയൊക്കെ വരുന്ന കാണാൻ അവർക്കൊരു സന്തോഷമൊക്കെയാണ്. അതാണ്. അപ്പോൾ മാത്രമല്ല, അപ്പോൾ എന്ത് പറ്റി, ഇവർ ഈ സ്ത്രീകളെ നിർത്തിയ തന്ത്രം ശരിക്കും അങ്ങ് വർക്ക് ചെയ്തു. അത് നടപ്പായതോടെ ഭരണം അവരുടെ കയ്യിൽ കിട്ടി. ഇത്തവണ ഈ സ്ത്രീകൾ തമ്മിലുള്ള തമ്മിലടി കാരണം ഈ ഭരണം പോവുകയും ചെയ്തു. അത് ഇതിൻ്റെ എന്താ പറയുക, ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതാണ്. സ്ത്രീകളും ഇതിനകത്തെ പുരുഷന്മാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് അവസാനം ഈ ഭരണം അങ്ങ് പോയി. ഇത്തവണ അവർക്ക് ഭരണം കിട്ടിയില്ല, നിലനിർത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം ഈ പാർലമെന്റിലേക്ക് ഈ ബില്ല് വരുമ്പോൾ കണ്ണുമടച്ച് അതിനെ കോൺഗ്രസ് എതിർക്കുന്നു എന്നുള്ളതാണ് അല്ലെ BJPയുടെ ആരോപണം. അവർ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയുള്ളതാണ്, അമ്മമാർക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ മോദി പറയുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഒരു അപകട സൂചനയുള്ളത്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഫാമിലി പ്ലാനിങ് അവിടെ കൃത്യമായി നടപ്പിലാക്കുകയും ആളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീറ്റുകളുടെ എണ്ണം കുറയുകയും ഉത്തരേന്ത്യയിലെ സീറ്റുകളുടെ എണ്ണം വളരെ കൂടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ UP-യിൽ ഇപ്പം തന്നെ 80 സീറ്റില്ലേ ഉണ്ട്. അത് ഇനി അതിലും കൂടുതലാവില്ലേ? അതുപോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് മതി. അത് അത്രയും വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒറ്റപ്പടിയേ നടക്കത്തുള്ളൂ. 2027 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഇനിയിപ്പോൾ ഈ മണ്ഡലം പുനർനിർണയമാണെങ്കിലും വനിതാ സംവരണമാണെങ്കിലും ഇനി നടക്കുകയുള്ളൂ. അപ്പോൾ 2029 വനിതാ സംവരണം നിലവിൽ വരില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. 2029 അതിൽ വരില്ല. കാരണം അത് ഇനിയും എങ്ങനെ നടത്താൻ പറ്റും?
ഈ പാർലമെന്റിൽ ഇപ്പൊ എന്തായാലും ഭൂരിപക്ഷം ഇവർക്കില്ല. NDA മുന്നണിക്ക് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം ഇല്ല. അപ്പൊ പിന്നെ 3-2 അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഇനി അത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയെ നമുക്ക് വേണ്ട. എന്തായാലും നരേന്ദ്രമോദിയും കൂട്ടരും വളരെ ആശിച്ച് മോഹിച്ചു കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അവരുടെ ആ 10 വർഷത്തെ ഇടവേളകളില്ലാത്ത ഭരണത്തിനിടയിൽ തുടർന്ന് വന്ന ഭരണ തുടർച്ചയിൽ മൂന്നാം തവണയിലേക്ക് കടക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു വെല്ലുവിളി. മാത്രമല്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള മോദി സർക്കാരിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതി ഉണ്ടല്ലോ, അതുപോലെ ഇക്കണക്കിന് പാസ്സാക്കാൻ പറ്റും. അതിനും ഭരണഘടനാ ഭേദഗതി ആയിരിക്കാം. അത് ഭരണഘടനാ സ്ഥാപനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ, അതിനും ഭരണഘടനാ ഭേദഗതി തന്നെ വേണ്ടി വന്നേക്കും. എന്തായാലും നരേന്ദ്രമോദിയുടെ ആ ഒരു സ്വപ്ന പദ്ധതി, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കൂടെ ആ ഒരു സ്വപ്ന പദ്ധതി, അത് ഫലപ്രദമായി നേരത്തെ ചർച്ച നടത്തിയിട്ട് അവതരിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. പ്രതിപക്ഷത്തിൻ്റെയും കൂടെ വിശ്വാസം, അവരെയും കൂടെ അവരുടെ അഭിപ്രായങ്ങളും കൂടെ കണക്കിലെടുത്ത് അത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് വെറുതെ. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും അത് വലിയൊരു വിഷമം ഉണ്ടായി കാണും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ട്രംപിൻ്റെ കാര്യം. ട്രംപുണ്ട്. അതുപോലെ നമ്മൾ ഇത് ചർച്ച കൊണ്ട് തുടങ്ങുന്ന സമയത്താണ് മന്ത്രി രാജൻ വയനാട്ടിൽ പോയിട്ട് അവിടെ നിർമ്മിച്ച വീടുകൾക്ക് വിള്ളലുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ മേശപ്പുറത്ത് കയറി നിന്ന് എല്ലാ വിള്ളലും ചുരണ്ടുന്നുണ്ട്. ഇത് യഥാർത്ഥ വിള്ളലാണോ അതോ ഇനി പേന കൊണ്ട് വരച്ചതാണോ എന്നായിരിക്കും നോക്കുന്നത്. എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇന്നലെയും പറഞ്ഞാണെന്ന് തോന്നുന്നു, ഈ ഇടത് സൈബർ സേനകളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കും. ഈ പൊട്ടൽ എന്നുള്ളത്, വിള്ളൽ എന്നുള്ളത് അവർ നിഷേധിക്കുന്നതിനൊപ്പം തന്നെ അത് മറ്റേ ജഗതി ഒരു സിനിമയിൽ പറയില്ല, ഞാൻ വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഇതേ മോഡൽ വെളുപ്പിക്കലാണ് അവിടെ നടക്കുന്നത്. ഇതേ മോഡൽ ക്യാപ്സ്യൂളുകളാണ്. നമ്മളിത് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നുണ്ടേ ഈ വിള്ളലുകളെ കുറിച്ച് ഓരോരുത്തർ ആധികാരികമായിട്ട് പറഞ്ഞു. ഒരു കക്ഷി വന്നിട്ട് പറയണേ, ഞാൻ 35 വർഷമായി ആർക്കിടെക്റ്റാണ്, ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, ഞാൻ ക്വാളിറ്റി അഷുറൻസ് നടത്തുന്ന ആളാണ്, ക്വാളിറ്റി ചെക്കിങ് നടത്തുന്ന ആളാണ്. വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ആ വീട് പണിതിട്ടിരിക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് കൂടെ കഴിഞ്ഞെങ്കിലേ അതിൻ്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുക. ഏതാ താക്കോൽ വീടാണ്. എന്നിട്ട് ഒരാൾ വന്നിട്ട് പറയുന്നു, ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ നോക്കിയപ്പോൾ അല്പം കൂടി കോൺക്രീറ്റ് ഇതിൽ ഇടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 6 സെന്റിമീറ്റർ കനത്തിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്തോ ഇപ്പോൾ വെള്ളം ഒഴുകി പോകുന്നില്ല, വെള്ളം അവിടെ കിടക്കുകയാണ്. കിടന്നിട്ട് വേറൊരു ചങ്ങാതി എഴുതിയിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത്. മുല്ലപ്പെരിയാർ ഡാമിന് വരെ വിള്ളലുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നാണോ ഇത്? ഒരു പുതിയ വീട് പണിത് 2 ദിവസത്തിനുള്ളിൽ വീടിനെല്ലാം സൈഡിലെല്ലാം പൊട്ടലുണ്ടാവുമല്ലോ, അതുപോലാണോ ഇതെന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്താണ് നമ്മൾ ഇതിനകത്ത് സത്യത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടതെന്ന് അറിയില്ല. മനുഷ്യരോടാണോ ഇവരിതെല്ലാം പറയുന്നുള്ള കാര്യം ആദ്യം ഓർക്കണം. പാവപ്പെട്ട വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്കാണ് വീട് വെച്ച് കൊടുത്തത്. അല്ല, ഇപ്പൊ വേറൊരു വാർത്ത കൂടെ കണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ മാസം കണ്ട് പണിതൊരു കെട്ടിടത്തിന് വിള്ളൽ നല്ല ഇളകി പോവാ. അവിടെ നേരത്തെ കണ്ട പൊളിഞ്ഞ് വീണതാണ്. ഇതെങ്ങനെ വരാതിരിക്കുന്നത്? ഇപ്പൊ ഈ ഊരാളുങ്കൽ സൊസൈറ്റി പണിത വീടുകൾക്ക് കുഴപ്പമുണ്ടെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. എന്താ അവിടെ സംഭവിച്ചതെന്നറിയാം? അതായത് ഒരു ദിവസം തന്നെ തേപ്പും കട്ടകെട്ടും തേപ്പും വെള്ളയടിയും നടന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജാണ് പുതിയ കെട്ടിടത്തിനാണ് വിള്ളൽ വീണതെങ്കിലും ഇതിന് വീണതെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ മുന്നിൽ കണ്ടു. എന്തിനാണ് ഈ സർക്കാർ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? സോഷ്യൽ മീഡിയ ഇത്രയും ഒരു വികസിച്ച ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് വെട്ടിയാക്കാൻ പറ്റില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതിനകത്ത് പറഞ്ഞത്, പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണെന്നുള്ള ഈ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. എന്തായാലും ഈ ഇലക്ഷന് മുമ്പ് അത് തീരില്ല എന്ന് പറയും. പിന്നെ എന്തിനാണ് ഇവർ അന്ന് അവിടെ ചെയ്ത പണിയാണിത്? കട്ട കെട്ടുന്നു, തേക്കുന്നു, വെള്ളയടിക്കുന്നു, മേളി പെയിന്റും അടിക്കുന്നു. ഇതിനെല്ലാം കൂടെ എടുത്തിരിക്കുന്ന 4 ദിവസം. കട്ട കെട്ടിയതിന് ശേഷം ഇത് നനച്ചു വിടണം ഒരാഴ്ചത്തോളം. അതിനുശേഷം ഇത് തേച്ചതിന് ശേഷം നനയ്ക്കണം. അതിനുശേഷം സെറ്റായതിനു ശേഷമാണ് വെള്ളയടിച്ച്, അതായത് വൈറ്റ് സിമെന്റ് അടിച്ച് അതിനു മേളിൽ പെയിന്റ് അടിക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഏതാനും മണിക്കൂറുകൾക്കിടെ 24 മണിക്കൂറിൽ ഇത്രയും പ്രവൃത്തി ചെയ്തു വെച്ചാൽ ഏത് വലിയ കെട്ടിടം, എത്ര വലിയ നിർമ്മാണ പ്രവർത്തനം പൊട്ടിപ്പൊളിഞ്ഞു പോകും. ഇത് തന്നെയാണ് ഇവിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിലും സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെയാണെങ്കിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ മന്ത്രി രാജൻ പോയി ഇതെല്ലാം ചുരണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അത് വിള്ളലാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷേ ഊരാളുങ്കലുകാർ പറയുന്നുണ്ട്, ശരിയാണ്, ചോർച്ചയുണ്ട്, ഞങ്ങളത് പരിഹരിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. ഇത് നിർമ്മിച്ച ആൾക്കാർ പറയുന്നുണ്ട് അത് ചോർച്ചയുണ്ട്. പക്ഷേ ഇവിടുത്തെ അന്തം കമ്മി, അടിമ കമ്മി കൂട്ടങ്ങൾ ആരും അത് സമ്മതിച്ച് തരില്ല എന്നുള്ളതാണ്. ഈ ക്യാപ്സ്യൂൾ കൂട്ടങ്ങൾ, ക്യാപ്സ്യൂൾ കമ്മികൾ എന്ന് വേണം ഇവരെ പറയും. ക്യാപ്സ്യൂൾ ഇറക്കി ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം.
ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം ഹോർമസ് കടലിടുക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. അതെ. ഇനി കുഴപ്പമില്ല, എല്ലാം ഭംഗിയായി പോകും എന്ന് നമുക്ക് പറയാം. വളരെ ട്രംപ് അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ട്രംപിനെ അഭിനന്ദിക്കാതെ വേറെ മാർഗ്ഗമില്ല. ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ചക്കകം പഴയ ഒരു ഇതുണ്ടല്ലോ വെടിനിർത്തലിൻ്റെ, അതുകൊണ്ട് അത് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണികൾ ആൾ തമാശയിൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇതിനിടെ വേറെ ഒരു അവകാശവാദം കൂടെ വന്നിട്ടുണ്ട്. അതായത് ട്രംപ് ഹോർമൂസിന് ഉപരോധം ഏർപ്പെടുത്തി, അതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഇപ്പൊ ഹോർമൂസ് തുറന്നത്. അല്ല നമ്മളാണെന്നല്ല, അതായത് അങ്ങനെയാണ്. അത് തന്നെ ഇത് തന്നെ നമ്മൾ ഈ എന്താ ന്യായീകരണ തൊഴിലാളികൾക്കെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീമാണ് ജഗതിയുടെ ഭൂമിയിലെ രാജാക്കന്മാർ സിനിമയിലെ വീണ നല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് ഇതാണ് ഇവരെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം. ഈ ട്രംപ് ഇത് തന്നെയാണ്. ട്രംപ് പറയുന്നുണ്ട് ഇസ്രായേൽ പിന്നെ ലെബനൻ യുദ്ധം അത് അവസാനിപ്പിച്ച ഞാൻ തന്നെയാണ്, അതെ, എല്ലാം ഞാനാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇതെങ്ങനെയെങ്കിലും തലവൂരാൻ നിൽക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വീണെല്ലാം വിദ്യയാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. അതാണ് ഏതായാലും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മറ്റു ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വഴി എല്ലാ കപ്പൽ ഗതാഗതം അനുവദിച്ചത് നല്ല തീരുമാനമാണ്. അത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും, നമുക്ക് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും, പ്രത്യേക ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഏറെ നേട്ടം കൊണ്ടുവരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. തലയൂരാൻ കാത്തിരുന്ന ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അവസരമാണിത് അല്ലേ? അതെ, തലയൂരാൻ കാത്തു നിന്ന സമയത്താണ് ഇവര് പിന്നെ ഇസ്രായേൽ ലെബനൻ യുദ്ധം നിർത്തിയതും ഈ പിന്നെ ഇറാൻ ഇത് ഹോർമൂസ് കടലിൽ മൈന് നീക്കി തുടങ്ങി. അവര് കടലിനടിയിൽ സ്ഥാപിച്ച മൈന് അവർ തന്നെ നീക്കി തുടങ്ങി. അമേരിക്ക വിചാരിച്ചിട്ട് അവർ നോക്കിയിട്ട് നടക്കുന്നൊന്നുമില്ല. എന്തായാലും നമുക്കിതിനകത്ത് ഒറ്റ ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആവോളം പാചകവാതകം വരും, ഇന്ധന പ്രതിസന്ധി മാറും. ഈ വില കൂട്ടിയ കടക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും 2 രൂപ 4 രൂപയൊക്കെ ചായക്ക് പോലും കൂട്ടി. എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല. ഗ്യാസ് കിട്ടില്ലെങ്കിൽ ഹോട്ടൽ അടച്ചിടുകയാണ് വേണ്ടത്. വില കൂട്ടി, ജ്യൂസിന് പച്ചവെള്ളത്തിന് വരെ വില കൂട്ടി, ഗ്യാസിന് വില കൂടി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഹോട്ടൽ ഉടമകളായിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ ഗ്യാസ് സുലഭമാകുന്ന സമയത്ത് ഈ ഇപ്പം വില കുറച്ച് ജനങ്ങളോട് സഹകരിക്കണം. ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ല, യുദ്ധമാണ്, അത് ജനത്തിന് അത്ര വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭ്യർത്ഥന കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? അപ്പോൾ നന്ദി, നമസ്കാരം.